പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓഫ്സെറ്റ് പ്ലേറ്റ് മേക്കിങ്ങിനെ കുറിച്ചും CTPയെ കുറിച്ചുമാണ്. ഓഫ്സെറ്റ് പ്ലേറ്റുകൾ. പ്ലേറ്റ് ഒരു നേർത്ത പേപ്പർ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റുകളാണ്. ഓഫ്സെറ്റ് പ്രിന്റിങ്ങിൽ ഇത് ഇമേജ് കാരിയറായി ഉപയോഗിക്കുന്നു. ഇത് പ്ലേറ്റ് സിലിണ്ടറിന്റെ ചുറ്റും ആണ് ഇരിക്കുന്നത്. പ്ലേറ്റ് ഉപരിതലത്തിൽ രണ്ട് മേഖലകളാണുള്ളത്. ജലത്തെ പുറന്തള്ളുന്ന ഇമേജ് ഏരിയകളും വെള്ളം സ്വീകരിക്കുന്ന ഇമേജ് ഇതര പ്രദേശങ്ങളും. ബേസ് മെറ്റൽ. ഓഫ്സെറ്റ് ലിത്തോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളിൽ ഭൂരിഭാഗവും നേർത്ത ഷീറ്റ് ലോഹമാണ്. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ലോഹമാണ് അലൂമിനിയം. അലൂമിനിയമാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഗ്രൈനിങ്. പ്രിന്റിംഗ് പ്ലേറ്റിന്റെ ലോഹ ഉപരിതലത്തിൽ ഒരു പരുക്കൻ പ്രക്രിയ നടത്തുന്നുണ്ട്. അതുവഴി ഫോട്ടോ എമൽഷന്റെ ഒരു പാളി പ്ലേറ്റിൽ ചേരും. പ്ലേറ്റുകളുടെ ഉപരിതലത്തിൽ നടത്തുന്ന ഈ പരുക്കൻ പ്രക്രിയയെ ഗ്രൈനിങ് എന്ന് വിളിക്കുന്നു. ഗ്രൈനിങ് രണ്ട് തരമുണ്ട്: മെക്കാനിക്കൽ, കെമിക്കൽ. മെക്കാനിക്കൽ ഗ്രൈനിങ് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. പ്ലേറ്റിനെ ഒരു കറങ്ങുന്ന ടബിൽ സ്റ്റീൽ ബോൾ ബിയറിങ്ങുകളുടെയും ഉരയ്ക്കുന്ന സാധനങ്ങളുടെയും കൂടെ ഇടുക. നൈലോൺ ബ്രഷുകളുടെ താഴെ നിരനിരയായി പോകുന്ന പ്ലേറ്റുകളിൽ വെള്ളവും ക്യുമിസും സ്പ്രേ ചെയ്യുന്നു. മെറ്റൽ പ്ലേറ്റ് ഉപരിതലത്തെ കഠിനമാക്കുന്നതിന് സാൻഡ് ബ്ലാസ്റ്റിങ്ങും ഉപയോഗിക്കുന്നു. കെമിക്കൽ ഗ്രൈനിങ്. ഉപരിതലം കഠിനമാക്കുന്നതിന് കാരണമാകുന്ന ആസിഡ് ബാത്തിൽ പ്ലേറ്റ് മുങ്ങുന്നു. അനഡൈസ്ഡ് അലൂമിനിയത്തിൽ നിന്നാണ് എല്ലാ പ്രീസെൻസിറ്റൈസ്ഡ് പ്ലേറ്റുകളും രൂപപ്പെടുന്നത്. അനഡൈസ്ഡ് ഉപരിതലത്തെ എല്ലാ ആസിഡുകളും ബാധിക്കുന്നില്ല, പക്ഷേ വാട്ടർ റിസപ്റ്റീവ് ആയിരിക്കുകയും ചെയ്യുന്നു. കോട്ടിംഗ് മെറ്റീരിയൽ. അമോണിയം ബൈകാർബണേറ്റ് എഗ് ആൽബുമിനുമായി ചേർന്ന് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പോളിവിനൈൽ ഡയോസോയും ഫോട്ടോപോളിമേഴ്സുമാണ് ഉപയോഗിക്കുന്നത്. ഡീപ്പ് എഡ്ജ് പ്ലേറ്റുകളിൽ ഗം അറബിക്കും ഉപയോഗിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിത്തോഗ്രാഫിക് പ്ലേറ്റ്. ലിത്തോഗ്രാഫിക് പ്ലേറ്റുകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: സർഫസ് പ്ലേറ്റുകൾ, ഡീപ്പ് എഡ്ജ് പ്ലേറ്റുകൾ, ബൈമെറ്റൽ പ്ലേറ്റുകൾ എന്നിവയാണത്. സർഫസ് പ്ലേറ്റുകളെ വീണ്ടും മൂന്നായി തിരിച്ചിരിക്കുന്നു: വൈക്കോൺ പ്ലേറ്റുകൾ, പ്രീസെൻസിറ്റൈസ്ഡ് പ്ലേറ്റുകൾ അല്ലെങ്കിൽ PS പ്ലേറ്റുകൾ, മൂന്നാമതായി ഫോട്ടോപോളിമർ പ്ലേറ്റുകൾ. സർഫസ് പ്ലേറ്റുകൾ. ലോഹത്തിന്റെ ഉപരിതലത്തിൽ ഇരിക്കുന്ന ലൈറ്റ് സെൻസിറ്റീവ് മെറ്റീരിയലിൽ നിന്ന് രൂപം കൊണ്ട പ്ലേറ്റുകളാണ് സർഫസ് പ്ലേറ്റുകൾ. വിവിധ തരം സർഫസ് പ്ലേറ്റുകളാണ്: വൈക്കോൺ പ്ലേറ്റുകൾ, പ്രീസെൻസിറ്റൈസ്ഡ് പ്ലേറ്റുകൾ, ഫോട്ടോപോളിമർ പ്ലേറ്റുകൾ. വൈക്കോൺ പ്ലേറ്റുകൾ. പ്രിന്റിംഗ് പ്ലാന്റിൽ ഡയാസോ എമൽഷൻ ഉപയോഗിച്ച് പൂശിയ പ്രീഗ്രൈൻഡ് മെറ്റൽ പ്ലേറ്റുകളാണിത്. പ്രീസെൻസിറ്റൈസ്ഡ് പ്ലേറ്റ്. മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് കോട്ടഡ് ആയിട്ടുള്ള വാങ്ങുന്ന മെറ്റൽ ബേസോട് കൂടിയുള്ള പ്ലേറ്റുകളെ പ്രീസെൻസിറ്റൈസ്ഡ് പ്ലേറ്റുകൾ എന്നും പറയും. ഫോട്ടോപോളിമർ പ്ലേറ്റ്. പ്രീസെൻസിറ്റൈസ്ഡ് ഫോട്ടോപോളിമർ എമൽഷനിൽ പൊതിഞ്ഞ പ്ലേറ്റുകളാണ് ഫോട്ടോപോളിമർ പ്ലേറ്റുകൾ. അവ അങ്ങേയറ്റം കഠിനവും പ്രതിരോധ ശേഷിയുമുള്ളതാണ്. അതായത് ഡയാസോ എമൽഷനുകളേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള പ്രസ് റണ്ണിനായി അവ ഉപയോഗിക്കാം. ഡീപ്പ് എഡ്ജ് പ്ലേറ്റുകൾ. ഡീപ്പ് എഡ്ജ് പ്ലേറ്റുകളിൽ എമൽഷൻ ഏരിയ അടിസ്ഥാന ലോഹത്തിൽ പതിപ്പിക്കുന്നു. ഈ സ്വഭാവം മറ്റേത് തരത്തിലുള്ള ലിത്തോഗ്രാഫിക് പ്ലേറ്റിനേക്കാളും കൂടുതൽ മഷി കൈവശം വെക്കാൻ ഡീപ്പ് എഡ്ജ് പ്ലേറ്റിനെ സഹായിക്കുന്നു. ഇത് അച്ചടിച്ച ഷീറ്റുകളിൽ കൂടുതൽ
മഷി സാന്ദ്രത ഉണ്ടാക്കുന്നു. ഹാഫ് ടോണുകൾ കൂടുതൽ തിളക്കമുള്ളതായി കാണപ്പെടുന്നു. ബൈമെറ്റൽ പ്ലേറ്റുകൾ സമാനമായ രണ്ട് ലോഹങ്ങളിൽ ഒന്ന് ഇങ്ക് റിസപ്റ്റീവും മറ്റൊന്ന് വാട്ടർ റിസപ്റ്റീവും ആയി പ്രവർത്തിക്കുന്നു. ഒരു സാധാരണ ഇമേജ് മെറ്റൽ ആയി ചെമ്പും ക്രോമിയം പലപ്പോഴും ഇമേജ് ഇല്ലാത്ത പ്രതലമായും ഉപയോഗിക്കുന്നു. എക്സ്പോഷർ സിസ്റ്റം എല്ലാ ഓഫ്സെറ്റ് പ്ലേറ്റുകളിലും ഫോട്ടോ എമൽഷൻ ഉപരിതലങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് പ്രകാശത്തിന് വിധേയമാകുമ്പോൾ ചിത്രം രൂപപ്പെടുത്തുന്നു. പ്ലേറ്റ് മേക്കിംഗ് സമയത്ത് ഫിലിം നെഗറ്റീവ് അല്ലെങ്കിൽ ഫിലിം പോസിറ്റീവ് പോലെയുള്ള സുതാര്യമായ ഇമേജ് കാരിയറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് പ്ലേറ്റ് എമൽഷനെ ബാധിക്കുന്നു. പ്രകാശത്തെ ബാധിക്കുന്ന എമൽഷന്റെ ഏരിയ ഇമേജ് അല്ലെങ്കിൽ ഇമേജ് ഇല്ലാത്ത ഏരിയയായി മാറുന്നു. പ്ലേറ്റ് എമൽഷൻ വെളിച്ചത്തിലേക്ക് എത്തുമ്പോൾ നൈട്രജൻ ലായനിയിൽ നിന്ന് പുറത്തുവരികയും മെറ്റീരിയൽ പ്രകാശത്തിന് ഇൻസെൻസിറ്റീവ് ആകുകയും ചെയ്യുന്നു. പ്രിന്റിംഗ് ഡൗൺ ഫ്രെയിം ഒരു എക്സ്പോഷർ സിസ്റ്റത്തിൽ ഒരു റബ്ബർ ബ്ലാങ്കറ്റും ഗ്ലാസ് കവറും ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് സോഴ്സും ഉള്ള ഒരു വാക്വം ഫ്രെയിം അടങ്ങിയിരിക്കുന്നു. റബ്ബർ സീലിംഗ് ഗാസ്കറ്റ് ഉപയോഗിച്ച് ബ്ലാങ്കറ്റ് ബോർഡർ ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു വാക്വം പമ്പിലേക്ക് റബ്ബർ ഹോസ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ഔട്ട്ലെറ്റ് ഫിറ്റിംഗും അടങ്ങിയിരിക്കുന്നു. ഫിലിമിനോടൊപ്പം ഫ്രെയിമിലെ റബ്ബർ ബ്ലാങ്കറ്റിൽ ഓഫ്സെറ്റ് പ്ലേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. പ്ലേറ്റും ഫിലിമും ശരിയായി വിന്യസിക്കുമ്പോൾ ഗ്ലാസ് കവർ അടച്ചുവെക്കുന്നു. വാക്വം ബ്ലാങ്കറ്റ് പ്ലേറ്റിനെയും ഫിലിമിനെയും കംപ്രസ് ചെയ്ത് വായു ഇറുകിയ സമ്പർക്കം സൃഷ്ടിക്കുന്നു. വാക്വം പ്ലേറ്റ്, ഫിലിം എന്നിവ ഉൾക്കൊള്ളുന്ന ഫിലിം പിന്നീട് UV ലൈറ്റിന്റെ താഴെ കാണിക്കുന്നു. പ്ലേറ്റ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡെവലപ്പിംഗ് സിങ്കിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് പ്ലേറ്റ് പ്രോസസ്സറിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു. ഓട്ടോമാറ്റിക് പ്ലേറ്റ് പ്രോസസ്സർ പ്ലേറ്റിനെ റിൻസ് ചെയ്യുകയും ഉണക്കുകയും ഗം ചെയ്യുകയും സ്വമേധയാൽ ചെയ്യുന്നു. ലൈറ്റ് സോഴ്സസ് ഫോട്ടോസെൻസിറ്റീവ് എമൽഷൻ നീല ലൈറ്റിനോടും അൾട്രാവയലറ്റ് ലൈറ്റുകളോടും സെൻസിറ്റീവാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന ലൈറ്റ് സോഴ്സുകളാണ് മെറ്റൽ ഹാലൈഡ്, പൾസ്, xenon ആൻഡ് കാർബൺ ആർക്ക് ലാമ്പ്. കാലിബ്രേഷൻ ഓഫ് ലൈറ്റ് സോഴ്സസ് പ്ലേറ്റ് നിർമ്മാണ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേരിയബിളാണ് എക്സ്പോഷറുകൾ. ഒരു എക്സ്പോഷറിനെ ബാധിക്കുന്ന വേരിയബിളിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്നാമതായി ലൈൻ വോൾട്ടേജ്, രണ്ടാമതായി പൊസിഷൻ ഓഫ് ലൈറ്റ് സോഴ്സ്, മൂന്നാമതായി ഏജ് ഓഫ് ലാമ്പ്. വാക്വം ഫ്രെയിമിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണമാണ് ലൈറ്റ് ടൈം ഇൻ്റഗ്രേറ്റർ. അത് പ്ലേറ്റിലെത്തുന്ന പ്രകാശത്തിൻ്റെ യൂണിറ്റിനെ യാന്ത്രികമായി നിയന്ത്രിക്കുന്നു. ഒരു നിർദ്ദിഷ്ട പ്രവർത്തന സാഹചര്യത്തിൻ്റെ യഥാർത്ഥ എക്സ്പോഷർ നിർണ്ണയിക്കാൻ ഒരു സെൻസിറ്റീവ് ഗൈഡ് ഉപയോഗിക്കുന്നു. ഇത് തുടർച്ചയായ ടോൺ സെൻസിറ്റീവ് സ്കെയിലാണ്. CTP എന്നാൽ എന്ത്? ഒരു ഡിജിറ്റൽ ഇമേജ് കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് ഒരു ഓഫ്സെറ്റ് പ്രസ്സിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റിലേക്ക് കൈമാറുന്ന ഒരു തരം പ്രിന്റിംഗ് പ്രീപ്രസ് പ്രക്രിയയാണ് CTP. CTP ഫിലിം നിർമ്മിക്കുന്നതിനുള്ള ആവശ്യകത ഇല്ലാതാക്കുന്നു. പ്ലേറ്റുകളെ ഉപയോഗം ഇല്ലാതാക്കുകയും
സാങ്കേതിക വിദ്യാ ചെലവ് കുറയ്ക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബേസിക് കമ്പോണൻസ് ഓഫ് CTP. കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് അല്ലെങ്കിൽ CTPക്ക് 3 കമ്പോണൻസ് ആണുള്ളത്: കമ്പ്യൂട്ടർ, ഇമേജിംഗ് സിസ്റ്റം ആൻഡ് പ്രിന്റിംഗ് പ്ലേറ്റ്. കമ്പ്യൂട്ടർ. CTP സിസ്റ്റത്തിൻ്റെ പ്രധാന ഘടകം കമ്പ്യൂട്ടറാണ്. ലൈറ്റ് ടേബിളുകളിൽ മാനുവൽ അസംബ്ലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പ്യൂട്ടറിലെ ഇലക്ട്രോണിക് ഇമ്പോസിഷൻ പ്ലേറ്റ് നിർമ്മാണത്തിൻ്റെ സമയവും ചെലവും ലാഭിക്കുന്നു. ഇമേജിംഗ് സിസ്റ്റം. ഇമേജിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്ലേറ്റ് ഇമേജ് സെറ്റർ കമ്പ്യൂട്ടറിൽ നിന്ന് പ്ലേറ്റ് ഉപരിതലത്തിലേക്ക് ഡിജിറ്റൽ ഡാറ്റ കൈമാറുന്നു. ലേസർ, തെർമൽ, ഇങ്ക്ജെറ്റ്, UV, ഇലക്ട്രോസ്റ്റാറ്റിക് ഇമേജിംഗ് സിസ്റ്റങ്ങൾ എന്നിവ ഇതിനാൽ ഉപയോഗിക്കുന്നു. പ്രിന്റിംഗ് പ്ലേറ്റ്. CTP പ്ലേറ്റുകൾ അതിൻ്റെ അടിസ്ഥാന വസ്തുക്കൾ, എമൽഷൻ ടൈപ്പ്, എക്സ്പോഷർ സ്പെക്ട്രം തുടങ്ങിയവയുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. CTP പ്ലേറ്റുകളുടെ ബേസ് മെറ്റൽ അലുമിനിയമാണ്. പ്ലേറ്റ് എക്സ്പോസിങ്ങിന് ഉപയോഗിക്കുന്ന ലേസറിൻ്റെ തരംഗദൈർഘ്യം അനുസരിച്ച് പ്ലേറ്റ് എമൽഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫോട്ടോ സെൻസിറ്റീവ് സംയുക്തങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച സിൽവർ ഹാലൈഡ്, വെള്ളി ഇല്ലാത്ത ലൈറ്റ് സെൻസിറ്റീവ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ഫോട്ടോ പോളിമർ കോട്ടിംഗ് എന്നിവ UV പ്ലേറ്റുകൾക്കായി ഉപയോഗിക്കുന്നു. അതേസമയം ഇൻഫ്രാറെഡ് ലേസർ ബീമിനോട് പ്രതികരിക്കുന്ന പ്രത്യേക പോളിമറുകളാൽ തെർമൽ പ്ലേറ്റുകൾ കോട്ട് ചെയ്യുന്നു. പ്ലേറ്റ് ഇമേജ് സെറ്ററുകളുടെ രൂപകൽപ്പനയ്ക്ക് 3 പ്രധാന ഡിസൈൻ തത്വങ്ങളുണ്ട്: എക്സ്റ്റേണൽ ഡ്രം, ഇന്റേണൽ ഡ്രം, ഫ്ലാറ്റ് ബെഡ് ഇമേജ് സെറ്റർ. എക്സ്റ്റേണൽ ഡ്രം. എക്സ്റ്റേണൽ ഡ്രം സിസ്റ്റം പ്ലേറ്റിനോടൊപ്പം ഒരു പൂർണ്ണ ഡ്രം ഉപയോഗിക്കുന്നു. ഡ്രമ്മിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഡ്രമ്മിന് സമാന്തരമായി ഒന്നിലധികം ബീം ലേസർ ഹെഡുകൾ ഉണ്ട്. ഡ്രം കറങ്ങുമ്പോൾ ലേസർ ഹെഡ് ഇമേജ് ഏരിയയുടെ ദൂരം നീക്കുന്നു. ഈ സിസ്റ്റത്തിന് ഒരു മിററിൻ്റെ ഉപയോഗം ആവശ്യമില്ല. ഇന്റേണൽ ഡ്രം. ഇന്റേണൽ ഡ്രം യൂണിറ്റ് ഒരു ഭാഗിക സിലിണ്ടറാണ്. C ആകൃതിയിലുള്ള ഡ്രമ്മിൻ്റെ ഉള്ളിൽ പ്ലേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. പ്ലേറ്റ് വളഞ്ഞ പ്രതലത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു വാക്വം ഉപയോഗിച്ചാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിവേഗം കറങ്ങുന്ന കണ്ണാടി സിലിണ്ടറിൻ്റെ മധ്യഭാഗത്താണ്. ഇമേജിംഗ് ഏരിയയുടെ നീളം മിറർ സഞ്ചരിക്കുമ്പോൾ ലേസർ ബീം 90 ഡിഗ്രി കോണിൽ വ്യതിചലിക്കുകയും ചിത്രം പ്ലേറ്റിൽ പതിയുകയും ചെയ്യുന്നു. ഫ്ലാറ്റ് ബെഡ്. ഒരു ഫ്ലാറ്റ് ബെഡ് യൂണിറ്റിൽ പ്ലേറ്റുകൾ ഒരു പരന്ന പ്രതലത്തിൽ സ്ഥാപിക്കുകയും ഇമേജ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സംവിധാനം പ്ലേറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ എളുപ്പമാക്കുന്നു. സാധാരണയായി കറങ്ങുന്ന കണ്ണാടി ഉപയോഗിച്ച് ഒരൊറ്റ ഇമേജിംഗ് ബീം പ്ലേറ്റിൻ്റെ ഉപരിതലത്തിൽ വ്യതിചലിപ്പിക്കുന്നു. ചിലപ്പോൾ പ്ലേറ്റ് സെറ്ററിൻ്റെ ബെഡ് നീങ്ങുകയും പ്ലേറ്റിൽ ലൈൻ എഴുതുകയും ചെയ്യുന്നു. കണ്ണാടി പ്ലേറ്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഓരോ സിസ്റ്റത്തിനും പ്ലേറ്റിൻ്റെ ഉപരിതലത്തിൽ എഴുതുമ്പോൾ മറ്റൊരു സിസ്റ്റത്തിന് ഒരു സ്റ്റേഷനറി ഫ്ലാറ്റ് ബെഡും ഇമേജിംഗ് ബീം നീക്കങ്ങളും ആവശ്യമാണ്. CTPയിൽ ഇമേജിങ്ങിനായി നിരവധി രീതികളുണ്ട്. അതിൽ ലേസർ ഇമേജിംഗ്, UV ലൈറ്റ് ഇമേജിംഗ്, ഇങ്ക്ജെറ്റ് ഇമേജിംഗ്, തെർമൽ കൺവേർഷൻ പ്ലേറ്റ്സ്, തെർമൽ
അബ്ലേഷൻ പ്ലേറ്റ്സ് എന്നിവയാണ് ഉള്ളത്. ലേസർ ഇമേജിംഗ്. മിക്ക CTP സിസ്റ്റങ്ങളിലും ഇമേജിങ്ങിനായി ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. എല്ലാ ഡിസൈൻ തരങ്ങളിലും ഗ്യാസ് ലേസർ കാണപ്പെടുന്നു. വലിയ ഘടനയുള്ള സോളിഡ് സ്റ്റേറ്റ് ലേസർ വലിയ ഗ്ലാസ് ലേസറുകൾക്ക് പകരം കൂടുതലായി ഉപയോഗിക്കുന്നു. സോളിഡ് സ്റ്റേറ്റ് ലേസറുകൾ മികച്ച ഒപ്റ്റിക്കൽ നിലവാരം വാഗ്ദാനം ചെയ്യുന്നു. ഗ്യാസ്, സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്നിവയേക്കാൾ സാമ്പത്തികമായി കാര്യക്ഷമമാണ് ലേസർ ഡയോഡുകൾ. കൂടാതെ അവയ്ക്ക് ദൈർഘ്യമേറിയ ലൈഫും ഉണ്ട്. ലൈറ്റ് ഇമേജിംഗ്. പരമ്പരാഗതമായ UV സെൻസിറ്റീവ് പ്ലേറ്റുകൾ ഈ രീതിയിൽ ഡിജിറ്റലായി ഇമേജ് ചെയ്യുന്നു. ശക്തമായ UV ലൈറ്റിൽ നിന്നുള്ള പ്രകാശം LCD ഘടകങ്ങൾ അടങ്ങിയ ഡിജിറ്റലായി നിയന്ത്രിക്കാവുന്ന ലൈറ്റ് മാട്രിക്സിലേക്ക് നയിക്കപ്പെടുന്നു. ഈ LCD ഘടകങ്ങൾ വ്യക്തിപരമായി നിയന്ത്രിക്കാൻ കഴിയും. അതിനാൽ പ്രകാശം കടന്നുപോകാൻ അല്ലെങ്കിൽ അതിനെ തടയാൻ കഴിയും. ലൈറ്റ് മാട്രിക്സിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു പിക്സൽ ഫോം ഇമേജ് പ്രിന്റിംഗ് പ്ലേറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ക്ജെറ്റ് ഇമേജിംഗ്. ഇങ്ക്ജെറ്റ് പ്രക്രിയയിൽ പ്രീ-കോട്ടഡ് കൺവെൻഷൻ പ്ലേറ്റിലേക്ക് ഒരു മാസ്ക് ഉപയോഗിക്കുന്നു. ഇതിനുശേഷമാണ് ഫ്ലഡ് ലൈറ്റിംഗും ഡെവലപ്പിംഗും ഉള്ള എക്സ്പോഷർ. മറ്റൊരു തരത്തിൽ ഇമേജ് പ്രക്രിയയിൽ ഒരു എക്സ്റ്റേണൽ ഡ്രം ഉപകരണത്തിൽ ഒരു ഇമേജ് അൺകോട്ടഡ് പ്ലേറ്റിലേക്ക് സ്പ്രേ ചെയ്യാൻ ഒരു പ്രത്യേക അക്വസ് ഇങ്ക് ഉപയോഗിക്കുന്നു. തെർമൽ ട്രീറ്റ്മെന്റിന് ശേഷം ഉപയോഗിച്ച ചിത്രം ഓലിയോഫിലിക് ആയി മാറുന്നു. ചൂടിനോട് പ്രതികരിക്കുന്ന പോളിമർ കോട്ടിംഗ് അവയിലുണ്ട്. ഒരു IR ലേസർ ബീമിന്റെ ചൂട് കോട്ടിങ്ങിന്റെ ഇമേജ് ഏരിയകളെ പോളിമറൈസ്ഡ് മെറ്റീരിയലുകളായി പരിവർത്തനം ചെയ്യുന്നു. ഇത് പ്രോസസ്സിംഗ് കെമിസ്ട്രിയെ പ്രതിരോധിക്കുകയും ഇമേജ് ഇതര പ്രദേശത്ത് വെളിപ്പെടാത്ത കോട്ടിങ്ങിനെ ഹൈഡ്രോഫിലിക് ബേസ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിന്റിംഗ് സമയത്ത് 1 മില്യൺ ഇംപ്രഷനുകൾ വരെ സാധാരണയായി തെർമൽ കൺവേർഷൻ പ്ലേറ്റുകൾ എടുക്കുന്നു. തെർമൽ അബ്ലേഷൻ പ്ലേറ്റുകൾ. അബ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ്, മെൽറ്റിംഗ്, വേപ്പറൈസിംഗ് എന്നിവ വഴി ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സാണ്. പ്ലേറ്റിന്റെ മുകളിൽ കോട്ടിംഗ് പാളി ലേസർ ഉപയോഗിച്ച് ബാഷ്പീകരിക്കുന്നതിലൂടെ തെർമൽ അബ്ലേഷൻ പ്ലേറ്റുകൾ നിർമ്മിക്കുന്നു. മുകളിലെ പാളി നീക്കം ചെയ്യുന്നതിന് ചുവടെയുള്ള പാളി തുറന്നുകാട്ടുന്നു. പോസിറ്റീവ് വർക്കിംഗ് പ്ലേറ്റുകൾ മുകളിലെ പാളി ഓലിയോഫിലിക്കും താഴത്തെ പാളി ഹൈഡ്രോഫിലിക്കും ആണ്. മുകളിലത്തെ പാളി നീക്കം ചെയ്യുന്നതിന് നോൺ-ഇമേജ് ഏരിയ ലേസർ തുറന്നുകാട്ടുന്നു. എക്സ്പോഷറിന് ശേഷം ഒരു ചെറിയ വാക്വം നോസൽ ലേസർ ബീമിനോടൊപ്പം നീങ്ങുകയും മുകളിലത്തെ കോട്ടിംഗ് പാളി ഇല്ലാതാകുന്നതിലൂടെ ഉണ്ടാകുന്ന ചെറിയ കണങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. എക്സ്പോഷറിന് ശേഷം ഇമേജും നോൺ-ഇമേജ് ഏരിയയും സൃഷ്ടിക്കുന്നതിൽ പ്രോസസ്സിംഗ് ആവശ്യമില്ല. പ്ലേറ്റ് പ്രോസസ്സിംഗ് ഘട്ടം ഇല്ലാതാക്കുന്നത് സമയം ലാഭിക്കുകയും രാസവസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുകയും ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്ത മെറ്റൽ പ്ലേറ്റുകൾ ബേക്കിംഗ് ചെയ്യുന്നത് പ്രിന്റ് റൺ സമയത്ത് ആയുസ് വർദ്ധിപ്പിക്കുന്നു. പ്രിന്റിംഗ് പ്ലേറ്റ് ഫോർ ഡിജിറ്റൽ ഇമേജിംഗ്. CTPക്കൊപ്പം സാധാരണ പ്രിന്റിംഗ് പ്ലേറ്റുകൾ ഉപയോഗിക്കുവാൻ കഴിയില്ല.
ഇതിനായി പ്രത്യേക പ്ലേറ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഇലക്ട്രോ ഫോട്ടോഗ്രാഫി ഓർഗാനിക് ഫോട്ടോ കണ്ടക്ടർ കോട്ടിംഗ് ഉപയോഗിച്ച് ഓഫ്സെറ്റ് പ്ലേറ്റുകളുടെ ഉൽപാദനത്തിനായി ഇലക്ട്രോ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നു. ലേസർ ഉപയോഗിച്ചാണ് ഇമേജിംഗ് ചെയ്യുന്നത്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയ്ക്ക് പൊതു സ്വീകാര്യത ലഭിച്ചിട്ടില്ല. അലൂമിനിയം ബേസ്ഡ് പ്ലേറ്റ് 1990കളിൽ ഫോട്ടോ പോളിമർ കോട്ടിങ്ങുകളുള്ള അലൂമിനിയം അധിഷ്ഠിത പ്ലേറ്റുകൾ ഡെവലപ്പ് ചെയ്തിരുന്നു. ഈ പ്ലേറ്റുകളുടെ എക്സ്പോഷർ ഇമേജ് ഏരിയകളിൽ പോളിമറൈസേഷന് കാരണമാകുകയും അത് ഓലിയോഫീലിക് ആയി മാറുകയും ചെയ്തു. ഇത് നെഗറ്റീവ് വർക്കിംഗ് പ്ലേറ്റുകൾക്ക് സമാനമായിരുന്നു. സിൽവർ ഹാലൈഡ് കോട്ടിംഗ് ഉള്ള അലൂമിനിയം പ്ലേറ്റുകൾ പിന്നീട് വികസിപ്പിച്ചെടുത്ത ഫോട്ടോപോളിമർ പൂശിയ പ്ലേറ്റുകളെക്കാൾ പ്രകാശത്തോട് വളരെ സെൻസിറ്റീവായിരുന്നു. തുറന്ന ഭാഗം ഹൈഡ്രോഫീലിക് ആയി മാറുകയും നോൺ ഇമേജ് ഏരിയ രൂപപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇത് പോസിറ്റീവ് വർക്കിംഗ് പ്ലേറ്റുകൾക്ക് സമാനമായിരിക്കും. തെർമൽ സെൻസിറ്റീവ് അലൂമിനിയം പ്ലേറ്റ്. തെർമൽ സെൻസിറ്റീവ് അലൂമിനിയം പ്ലേറ്റുകൾ താപ വികിരണങ്ങളോട് പ്രതികരിക്കുന്നു, വിസിബിൾ ലൈറ്റിനോടില്ല. ഇമേജിംഗ് സമയത്ത് ഊർജം ഒരു നിശ്ചിത പരിധിക്ക് മുകളിലൂടെ പോകുമ്പോൾ പ്ലേറ്റിൻ്റെ ഉപരിതലം പൂർണ്ണമായും മാറുന്നു. കൂടുതൽ എനർജി വർധനവ് കോട്ടിങ്ങിൽ കാര്യമായ സ്വാധീനം ചെലുത്തുകയില്ല. അത് അമിത പ്രതിരോധത്തെ തടയുന്നു. തെർമൽ സെൻസിറ്റീവ് പ്ലേറ്റുകൾക്ക് സുരക്ഷിതമായ ഒരു പ്രകാശം ആവശ്യമില്ല. അവ വിസിബിൾ ലൈറ്റിന് സെൻസിറ്റീവാണ്. CTCP കമ്പ്യൂട്ടർ ടു കൺവെൻഷണൽ പ്ലേറ്റ് ടെക്നോളജി. CTCP ടെക്നോളജി പ്ലേറ്റ് സെറ്ററുകൾ പരമ്പരാഗത PS പ്ലേറ്റുകളിൽ കമ്പ്യൂട്ടർ ഇമേജിംഗ് നിർമ്മിക്കുന്നതിന് സാധ്യമാക്കി. കൺവെൻഷണൽ പ്ലേറ്റുകൾ തെർമൽ വയലറ്റ് സെൻസിറ്റീവ് പ്ലേറ്റിനേക്കാൾ വില കുറഞ്ഞിരിക്കുന്നതിനാൽ ഇത് ചെലവ് കുറയ്ക്കുന്നു. ഇമേജിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ടെക്നോളജി ഓഫ് CTP. പ്ലേറ്റ് ഇമേജിംഗ് കൃത്യത, സ്ഥിരത, ആവർത്തനക്ഷമത എന്നിവ ഫലപ്രദമായ CTP സിസ്റ്റത്തിൻ്റെ പ്രധാന ആവശ്യകതകളാണ്. തെർമൽ ഇമേജിംഗ് സ്ഥിരവും സ്ഥിരതയുള്ളതുമാണ്. താരതമ്യേന കുറഞ്ഞ സെൻസിറ്റിവിറ്റി പ്ലേറ്റുകൾ ചിത്രീകരിക്കുന്നതിന് ഉയർന്ന ഊർജം ഉപയോഗിക്കുന്നു. വയലറ്റ് ഇമേജിംഗ് ദൃശ്യമായ ലൈറ്റ് CTP സാങ്കേതിക വിദ്യയെ സാധാരണയായി വയലറ്റ് CTP എന്ന് വിളിക്കുന്നു. ചെറിയ അളവിലുള്ള ഇമേജിംഗ് ശക്തിയുള്ള ഫോട്ടോസെൻസിറ്റീവ് കെമിക്കൽ കോട്ടിങ്ങുകൾ തുറന്നു കാട്ടിക്കൊണ്ട് വയലറ്റും മറ്റ് ദൃശ്യ സെൻസിറ്റീവ് സാങ്കേതിക വിദ്യകളും ഒരു ലൈറ്റ് സുരക്ഷിത പരിതസ്ഥിതിയിൽ ഉപയോഗിക്കണം. പ്ലേറ്റ് നിർമ്മാണം, സംഭരണ താപനില, ഈർപ്പം കൈകാര്യം ചെയ്യൽ, വികസന പ്രക്രിയ എന്നിവയിലെ ചെറിയ വ്യതിയാനങ്ങൾ ഇമേജ് പ്ലേറ്റിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കും. വിസിബിൾ ലൈറ്റ് CTP സിസ്റ്റങ്ങളിൽ പ്ലേറ്റ് ഇമേജിംഗ് വ്യതിയാനത്തിന് അവസരങ്ങളുണ്ട്. പൊരുത്തക്കേടുകൾ ഒരു ഫിലിം അധിഷ്ഠിത വർക്ക് ഫ്ലോയേക്കാൾ സമാനമാണ്. ഇത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള മേക്ക് റെഡികൾ, ഫ്രഷ് വർക്ക് പ്രൂഫിലേക്ക് വിന്യസിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ, സ്ഥിരമായ ആവർത്തിച്ചുള്ള ജോലികൾ നൽകുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ക്വാളിറ്റി കൺട്രോൾ ഇൻ CTP. കമ്പ്യൂട്ടർ മുതൽ പ്ലേറ്റ് വരെ ഫിനിഷ്ഡ് പ്ലേറ്റിൻ്റെ ഗുണനിലവാര ഉറപ്പും നിയന്ത്രണവും ആവശ്യമാണ്. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ തകരാറുകൾ എന്നിവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇടയ്ക്കിടെയുള്ള എക്സ്പോഷർ തെറ്റുകൾ കണ്ടെത്തണം. ഭാഗികമായ മിക്സ്ഡപ്പ് കളർ സെപ്പറേഷൻ, മിസ്സിംഗ് ഇമേജസ് അല്ലെങ്കിൽ
ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ തുടങ്ങിയവയും ഉണ്ടാകാം. പ്രിന്റ് കൺട്രോൾ സ്ട്രിപ്പുകൾ അച്ചടി സവിശേഷതകൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും പ്രിന്റ് കൺട്രോൾ സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്നു. ഈ നിയന്ത്രണം എളുപ്പമാക്കുന്നതിന് പ്രിന്റിംഗ് ഇൻഡസ്ട്രി തന്ത്രപ്രധാനമായ റഫറൻസ് ഇമേജുകൾ ഉപയോഗിക്കുന്നു. ട്രിം, ഫോൾഡ്, കട്ട് മാർക്ക് എന്നിവയ്ക്കൊപ്പം ഇമ്പോസിഷൻ സ്കീമും ഉപയോഗിക്കുന്നു. ഈ അച്ചടിച്ച സ്ട്രിപ്പുകൾ ഒരു അച്ചടിച്ച ഇനത്തിൻ്റെ അവസ്ഥ നിർണ്ണയിക്കാനും അച്ചടി ഗുണനിലവാരത്തിൻ്റെ സ്ഥിരത ഉറപ്പാക്കാനും സഹായിക്കുന്നു. ഇമേജിംഗ് കൺട്രോൾ ഡെവലപ്പിംഗ് ബാത്തിൻ്റെ താപനിലയും രാസഘടനയും പരമാവധി നിലനിർത്തുമ്പോൾ മാത്രമേ സ്ഥിരതയുള്ള പ്ലേറ്റ് വികസനം സാധ്യമാകൂ. ആവശ്യമുള്ള മൂല്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും വ്യതിയാനം പ്ലേറ്റിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു. പ്ലേറ്റിലെ യഥാർത്ഥ ടോൺ മൂല്യങ്ങൾ നിർണ്ണയിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ഇതിന് അളവ് ആവശ്യമാണ്. അനലോഗ് പ്ലേറ്റുകൾ ഉപയോഗിച്ച് ടോൺ മൂല്യങ്ങൾ ഫിലിമിൽ ഉറപ്പിക്കുകയും പ്ലേറ്റിലേക്കുള്ള കൈമാറ്റ സമയത്ത് മാറ്റത്തിനുള്ള സാധ്യത വളരെ പരിമിതവുമാണ്. CTP ഉപയോഗിച്ച് ഡാറ്റ കൈമാറ്റം എളുപ്പത്തിൽ നടത്താം. പ്ലേറ്റിൽ ആവശ്യമായ മൂല്യങ്ങൾ നേടുന്നതിനും അതുവഴി പ്രിന്റിൽ ആവശ്യമായ മൂല്യങ്ങൾ നേടുന്നതിനും ഇത് അനുയോജ്യമാണ്. ഡിജിറ്റൽ കൺട്രോൾ സ്ട്രിപ്പ് ഡിജിറ്റൽ പ്ലേറ്റ് കൺട്രോൾ ബെഡ് ഇതിനുള്ള ഒരു ഉദാഹരണമാണ്. ഇതിന് വിവിധ ഫംഗ്ഷനുകളുള്ള നിരവധി കൺട്രോൾ ബാച്ചുകളുണ്ട്. ഇത് നഗ്ന നേത്രങ്ങളാൽ പ്ലേറ്റിൻ്റെ വിഷ്വൽ പരിശോധന സാധ്യമാക്കുന്നു. അല്ലെങ്കിൽ ഡെൻസിറ്റോമീറ്റർ അല്ലെങ്കിൽ മാഗ്നിഫയിങ് ഗ്ലാസ് ഇതിനായി ഉപയോഗിക്കുന്നു. ഡോക്യുമെന്റ് ഔട്ട്പുട്ട് ചെയ്യുന്നതിനായി ഒരു നിയന്ത്രിത ബെഡ് ഡോക്യുമെന്റ് ചേർത്ത പേജ് ഷീറ്റ് പാരാമീറ്ററുകൾക്കൊപ്പം സിസ്റ്റം ഔട്ട്പുട്ടിലേക്ക് അയക്കുന്നു. മാറിയ പാരാമീറ്ററുകൾ കാരണം ഔട്ട്പുട്ടിൽ ഗുണനിലവാരം നഷ്ടപ്പെടുവാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. മൈക്രോ ലൈൻസ് ഒരേ വരിയുടെ വീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് ലൈനുകൾ ഒരേ സമയം നഷ്ടപ്പെടുന്ന എക്സ്പോഷർ സമയം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. പോസിറ്റീവ് നെഗറ്റീവ് ലൈനുകൾ എപ്പോഴും ദൃശ്യമാകുന്ന ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലെ വരിയുടെ വീതിയായി ഒപ്റ്റിമൽ റെസല്യൂഷൻ വ്യക്തമാക്കുന്നു.